ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ എന്തിനു പുറത്തു നിൽക്കുന്നു എന്ന് ബൈബിളിലൊരു വചനമുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായതുകൊണ്ട് ഒരിക്കലും വെളിയിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ഈ ദൈവഭവനത്തിനകത്തേക്ക് കയറി ദൈവത്തിൻ്റെ നന്മകൾ, അനുഗ്രഹങ്ങളൊക്കെ അതത് സമയത്ത് നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ തക്ക വിധം കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ കോ സ്പോൺസറായിട്ട് കാനഡയിൽ നിന്ന് വെങ്കടേഷാണ് ആദ്യത്തേത്. ഇന്ന് വെങ്കടേഷിൻ്റെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ വെങ്കടേഷ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വെങ്കടേഷിന് കാനഡയിൽ PR ലഭിക്കുവാൻ സ്വർഗത്തിലെ കർത്താവ് ഞങ്ങളുടെ വഴികളെ തുറക്കണമേ. തൻ്റെ വിവാഹം നടക്കുവാൻ കർത്താവ് വഴികളെ തുറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടുത്ത് കോഴിക്കോട് നിന്ന് സുരേന്ദ്രൻ ആൻഡ് ശാലീന ആണ്. താങ്ക് യു ബ്രദർ സുരേന്ദ്രൻ ആൻഡ് ശാലീന. മെയ് 21 അൻവികയുടെ ജന്മദിനമായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ അൻവിക. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഹോദരിയുടെ ഭർത്താവിൻ്റെ മദ്യപാനം മാറുവാൻ, വീടിൻ്റെ പണി പൂർത്തിയാകുവാൻ സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ വഴികളും വാതിലുകളും അങ്ങ് തുറന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിലേക്കാണ് നമ്മൾ പോകുന്നതിന് മുമ്പ് വീണ്ടും വർക്കലയിൽ നടക്കുന്ന മീറ്റിങ്ങിൻ്റെ പോസ്റ്റർ ഈ സമയത്ത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. എവിടെയാണെങ്കിലും നിങ്ങൾ കടന്നു വരണം. യെസ്, അപ്പോൾ തന്നെ ഒരു പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റ് കൂടെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. മറ്റൊന്നുമല്ല, ഈ വരുന്ന വെള്ളിയാഴ്ച, അതായത് നമ്മുടെ 6-ാം തീയതി ഇവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് ആണ് നടക്കാനായിട്ട് പോകുന്നത്. എൻകൗണ്ടർ നൈറ്റ് എന്ന് പറഞ്ഞ പേരിൽ നൈറ്റ് എൻകൗണ്ടർ, ആ ഒരു മീറ്റിംഗ് ഈ വെള്ളിയാഴ്ച വൈകിട്ട് 7 മണി മുതൽ 12 മണി വരെ ഉള്ള ഒരു സ്പെഷ്യൽ മീറ്റിംഗ് ആണ്. അതിൽ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടിയുണ്ട്. പാസ്റ്റർ ബ്ലെസ്സിൻ വർഗീസ് ഫ്രം UK വന്ന് നമ്മുടെ നടുവിൽ ശുശ്രൂഷിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരും നേരിട്ട് കൊച്ചിയിലുള്ള നമ്മുടെ ബ്ലെസ്സിങ് ടുഡേ ചർച്ചിലേക്ക് കടന്നു വരാനായിട്ട് എല്ലാവരും പ്രത്യേകിച്ച് ഞാൻ ഓർപ്പിക്കുകയാണ്. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. നമ്മളിന്ന് ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ നിന്നുള്ള പഠനം തുടരുകയാണ്. ഇന്നലെ നമ്മൾ ഫോക്കസ് ചെയ്തത് യേശു കർത്താവിൻ്റെ മനോഭാവം, ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. ഒന്ന് ടൈപ്പ് ചെയ്തിടാമോ? ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ മനോഭാവം, ക്രിസ്തുവിൻ്റെ മനസ്സ്. അതേ മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. 5-ാമത്തെ വചനം മുതൽ നമുക്ക് ഇന്നലെ വായിച്ചത് ഒന്നുകൂടെ വായിക്കാം. ഫിലിപ്പി ലേഖനം 2:5. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ പൗലോസ് യേശു കർത്താവിനെ കുറിച്ച് എഴുതിയിട്ടുള്ളതിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു ഭാഗമാണ് നമ്മൾ ഈ കാണുന്ന ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള ഭാഗത്ത് നമ്മൾ കാണുന്നത്. കർത്താവിൻ്റെ താഴ്മയുടെ, താഴ്ചയുടെ, അവൻ വിനയപ്പെട്ടതിൻ്റെ പടികൾ 7 പടികളായിട്ടാണ് കർത്താവ് താണിറങ്ങി വന്നത്. അതിൽ എനിക്കൊന്ന് 3, 4, 5 നമ്മൾ പറഞ്ഞു. ഒന്ന് ഓടിച്ചു നോക്കാം. ഒന്ന്, ഹി സെറ്റ് അസൈഡ് ഹിസ് ഡിവൈൻ ഫോം. യേശു കർത്താവ് തൻ്റെ ദൈവരൂപത്തെ അവൻ മാറ്റിവെച്ചു. ദൈവത്തിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ ആർക്കും
കാണാൻ പറ്റാത്ത അൺഅപ്രോച്ചബിൾ ലൈറ്റിൽ മാസ്ക് ചെയ്ത് ഹൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ സ്വരൂപം, രൂപം, ഫോം. അത് മാറ്റി വെച്ചിട്ട് ഈ പ്ലാനറ്റ് എർത്തിൽ എത്ര വലുപ്പമുണ്ട് ഒരു മനുഷ്യന്? 6 അടിയാണ് നോർമൽ. 6 അടി ഉയരമുള്ള ഒരു കൊച്ചു ശരീരത്തിൽ അവൻ വന്ന് താമസിക്കുകയാണ്. അങ്ങനെ താൻ ദൈവരൂപത്തെ മാറ്റി. ഒന്ന്. അതിനുശേഷം നമ്മൾ കാണുന്ന ഹി ഡിഡ് നോട്ട് ഗ്രാബ് ടു ഹിസ് ഈക്വാലിറ്റി വിത്ത് ഗോഡ്. ദൈവത്തോടുള്ള സമത്വം താൻ മുറുകെ പിടിച്ചില്ല. പൊസിഷനുകൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ്റെ ഒരു ലക്ഷണമാണ്. പൊസിഷനുകളിൽ ഭയങ്കരമായി ഗ്രാബ് ചെയ്യുക. സോ ഹി ഡിഡ് നോട്ട് ഗ്രാബ് ടു ഹിസ് ഈക്വാലിറ്റി വിത്ത് ഗോഡ്. ദൈവത്തോടുള്ള സമത്വം അവൻ പിടിച്ചുകൊണ്ടിരുന്നില്ല. അതിനുശേഷം കാണുന്നത് ഹി മെയ്ഡ് ഹിംസെൽഫ് നത്തിങ്. അവൻ ഒന്നുമല്ലാത്തവനായി തീർന്നു. ഓ മൈ ഗോഡ്. 4. ഹി വാസ് മെയ്ഡ് ഇൻ ഹ്യൂമൻ ലൈക്ക്നെസ്. അവൻ മനുഷ്യൻ്റെ സ്വരൂപത്തിൽ കാണപ്പെട്ടു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഓർമ്മയുണ്ടോ? മനുഷ്യനെ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. മനുഷ്യനെ ഇപ്പം സംഭവിച്ചിരിക്കുന്നത് ദൈവം മനുഷ്യൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലേക്കും അവൻ മാറി വന്നിരിക്കുന്നു. അപ്പോൾ ദൈവം മനുഷ്യനായി തീർന്നു. അതാണ് യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ സംഭവിച്ചത്. അതിൻ്റെ വചനങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് തന്നിരുന്നു. ഇനി അടുത്തത് 5 നോട്ട് ചെയ്യുക. ഹി ടുക്ക് ദ നേച്ചർ ഓഫ് എ സെർവൻറ്റ്. അതിനുശേഷം ദാസരൂപമെടുത്തു. അപ്പോൾ ഇങ്ങനെ താഴത്തേക്ക് വരികയാണ്. 7 പടിയാണ്. ഹി ടുക്ക് ദ നേച്ചർ ഓഫ് എ സെർവൻറ്റ്. ഒരു ദാസൻ്റെ രൂപം. മനുഷ്യനായെന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ തന്നെ രാജാക്കന്മാരുണ്ട്, മനുഷ്യരിൽ തന്നെ പലരും. പക്ഷേ ഇതല്ല. ഭൂമിയിൽ വന്നപ്പോൾ അവനൊരു ദാസരൂപമെടുത്തു. നോട്ട് ജസ്റ്റ് ബിക്കമിങ് എ മാൻ, ബട്ട് ഹി ബിക്കം എ സെർവൻറ്റ് ഓഫ് ഗോഡ് ആൻഡ് എ സെർവൻറ്റ് ഓഫ് മാൻ. അതൊരു മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറമാണ്. എല്ലാവരും ഒന്ന് കൈയുയർത്തി താങ്ക് യു ജീസസ് പറഞ്ഞേ. ആമേൻ. The Lord whom we are to serve came and served us. നമ്മൾ സേവിക്കേണ്ട ദൈവത്തെ, ദൈവമായ കർത്താവ് വന്ന് നമ്മളെ സേവിക്കുകയാണ്. ആ ഒരു താഴ്മ. The Lord whom we are to wait upon came and waited upon us. നമ്മൾ ചെന്ന് നിന്ന് കാത്തു നിന്ന് ശുശ്രൂഷിക്കേണ്ട കർത്താവ് നമ്മളെ കാത്ത് നിൽക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വന്നിരിക്കുന്നു. നമ്പർ 6. He became obedient to the worst death on a cross as a criminal. മനുഷ്യൻ ദൈവരൂപം വിട്ടു. അതിനുശേഷം മനുഷ്യരൂപമെടുത്തു. അതിനുശേഷം താഴേക്ക് വന്നിട്ട് അവൻ എന്ത് ചെയ്തിരിക്കുന്നു? ദാസനായി തീർന്നില്ല. ഹി ബിക്കം ഒബീഡിയൻറ്റ് ടു ദി വേഴ്സ്റ്റ് ഡെത്ത് ഓൺ എ ക്രോസ് ആസ് എ ക്രിമിനൽ. ഒരു ക്രിമിനലിനെ പോലെ ക്രൂശിൽ മരിച്ചു. സാധാരണ മരിക്കാല്ല, എല്ലാവരും മരിക്കുന്നുണ്ട്. എന്നാൽ യേശുവിൻ്റെ മരണം എന്ന് പറയുന്നത് ഒരു ക്രിമിനലിനെ, ഒരു കുറ്റവാളിയെ കൊല്ലുന്നത് പോലെ. അതും ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ ഇന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ട എങ്ങനെ അതിനെ പറയേണ്ടത്, വധശിക്ഷയുടെ ഏറ്റവും ഹീനമായ, ഏറ്റവും ക്രൂരമായ, ചരിത്രത്തിൽ ഇതുപോലെ ഒന്നും മുമ്പുണ്ടായിട്ടില്ല, അതിന് ശേഷം ഉണ്ടാകുമെന്ന് തോന്നില്ല. അത്രയ്ക്ക് വേദന തിന്ന് മരിക്കുന്ന നികൃഷ്ടമായ ക്രൂരമായ ക്രൂശുമരണത്തിൽ അവൻ തന്നെത്താൻ താഴ്ത്തി. ഹി വാസ് നോട്ട് ഈവൻ എ മാൻ ഓൺ എ ക്രോസ്, ഹി വാസ് മെയ്ഡ് സിൻ. ഇനി ക്രൂശിൽ കിടക്കുമ്പോൾ ഒരു മനുഷ്യനല്ല, ദൈവം അവനെ പാപമാക്കി, നമുക്ക് പകരമായി അവനെ പാപമാക്കി, ഒരു മനുഷ്യൻ എന്നതിനപ്പുറത്ത്. ഇറ്റ് വാസ് ദ ഫാദേഴ്സ് വിൽ ദാറ്റ് ഹി ഷുഡ് ഡൈ ഓൺ ദ ക്രോസ്, നോട്ട് ഹിസ് വിൽ. എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് പിതാവിൻ്റെ ഇഷ്ടമായിരുന്നു. അത് പിതാവിൻ്റെ ഇഷ്ടമായിരുന്നു തൻ്റെ മകൻ ഒരു യാഗമായി തീരണം എന്നുള്ളത്. തൻ്റെ ഇഷ്ടമായിരുന്നില്ല. അതെങ്ങനെ അറിയാം? ഗത്സമൻ തോട്ടത്തിൽ പറഞ്ഞു, പിതാവേ അങ്ങയുടെ ഇഷ്ടമെങ്കിൽ ഇതങ്ങ് മാറിപ്പോട്ടെ. അതിൻ്റെ അർത്ഥം തനിക്ക് ആ സമയത്ത് ഭയങ്കരമായൊരു മനപ്രയാസത്തിലൂടെ പോവുകയാണ്. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്
കർത്താവ് പറഞ്ഞത്, ഈ പാനപാത്രം മാറിപ്പോട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം. അപ്പോൾ അത് പിതാവിൻ്റെ ഇഷ്ടമായിരുന്നു. അവിടെ സംഭവിച്ച ഈ സഫേർഡ് റിജക്ഷൻ, ഡിനയൽ, കേഴ്സിങ്, അബ്യൂസ്, അറസ്റ്റ്, സ്റ്റോണിങ്, ടോർച്ചർ, ട്രയൽ, ഇതിലൂടെ എല്ലാം പോയി. ക്യാൻ യു ഇമാജിൻ എന്തിലൂടെ എല്ലാം യേശു കർത്താവ് പോയി എന്നുള്ളത്. യേശു കർത്താവിനെ ആ ക്രൂശ് മരണം എന്ന് പറയുമ്പോൾ അവനെ ചാട്ടവാറുകൊണ്ട് അടിച്ചു. ഞാൻ സാധാരണ പറയും, ഒട്ടകത്തിൻ്റെ തോല് കീറി പീസാക്കി അതിൻ്റെ ഉള്ളിൽ അസ്ഥി കഷ്ണങ്ങളും ഇരുമ്പ് കൊളുത്തുകളും എല്ലാം കൂട്ടിപ്പിരിച്ച്, അതുകൊണ്ടാണ് അടി. തൻ്റെ തലയിൽ മുൾക്കിരീടം വയ്ക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഈ ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വേഴ്സ്റ്റ് ഡെത്ത്, അത്രത്തോളം അവൻ തന്നെത്താൻ താഴ്ത്തി. കാരണം അതുപോലെ ഏറ്റവും മോശമായ ക്രിമിനൽസിനെയാണ് അന്നത്തെ കാലത്ത് റോമൻ വധശിക്ഷ അനുസരിച്ച് ഇപ്രകാരം ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊരു റോമൻ ശിക്ഷാ നിയമമാണ്. ക്രൂശീകരിച്ച് കൊല്ലുന്നത് എബ്രായ രീതിയിലുള്ള ശിക്ഷ അല്ല. അവർ കല്ലെറിഞ്ഞു കൊല്ലും പരിപാടികളുമാണ്. ഇത് റോമൻ ശിക്ഷയാണ്, ക്രൂശിൽ തറച്ച് കൊല്ലുക എന്നുള്ളത്. യേശു കർത്താവിനെ ക്രൂശിക്കുന്ന ആ ദിവസം കുറഞ്ഞത് 2 കിലോമീറ്റർ എങ്കിലും താൻ ഏത് ക്രൂശിൽ ക്രൂശിക്കപ്പെടണോ ആ ക്രൂശ് ചുവന്നു. കുറച്ച് നേരത്തേക്കാണ് ഒരു കുറേനക്കാരനായ ശിമോൻ, സൈമൺ ഓഫ് സെറീൻ, തൻ്റെ ക്രൂശ് ചുമന്നത്. ബാക്കി നീളം മുഴുവൻ അവൻ ചുമന്നു. 30 കിലോഗ്രാമോളം ഈ ക്രൂശിന് ഭാരമുണ്ടായി കാണും എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല, തന്നെ തറച്ച ആണികൾക്ക് 6 ഇഞ്ച് മുതൽ 8 ഇഞ്ചോളം നീളമുണ്ടായിരുന്നു. കൂർത്ത ആണികൾ. അത് തൻ്റെ റിസ്റ്റിൽ തറയ്ക്കുന്നു. അങ്ങനെ ഈ ഷോൾഡറിലൊക്കെയുള്ള ടെൻഡനും എല്ലാം റിസ്റ്റിലൊക്കെയുള്ളത് വലിഞ്ഞ് മുറുകി കീറി അതിനെല്ലാം പിയേഴ്സ് ചെയ്ത് കാലുകൾ രണ്ടും പിണച്ച് അതിൻ്റെ മുകളിൽ ആണിയടിച്ച് 3 മണിക്കൂറോളം അതിഭയങ്കരമായി അവൻ ക്രൂശിൽ തൂങ്ങി. ഭീകരമായ ഒരവസ്ഥയിലൂടെ ആ ഭയങ്കരമായ വേദന 3 മണിക്കൂറോളം അതിഭീകരമായിരുന്നു. മൊത്തത്തിൽ ആ കൂരിരുട്ടും ആ സമയത്ത് രക്തം വാർന്നൊഴിച്ച് മരണശേഷം വിലാപ്പുറം കുത്തിത്തുളക്കുമ്പോൾ അവൻ്റെ രക്തവും പിന്നീട് വെള്ളവുമാണ് പുറത്തേക്ക് വന്നതെന്നറിയാം. ഏകദേശം 3.5 ലിറ്ററോളം ഒരു ആവറേജ് മനുഷ്യൻ്റെ ശരീരത്തിലുള്ള ബ്ലഡ് മുഴുവൻ അവസാനത്തെ തുള്ളി വരെ തൻ്റെ ശരീരത്തിൽ നിന്നും വാർന്നൊഴുകി. ഓർക്കേണ്ട കാര്യം, ദർ ഇസ് നോ വിക്ടറി വിത്തൗട്ട് ബാറ്റിൽ. ഒരു വലിയ യുദ്ധമില്ലാതെ വിജയമില്ല. The victory was won on the Garden of Gethsemane, and it was demonstrated, or it manifested on the cross in the most fierce battle in history. ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധം നടന്നത് 1-ാം ലോക മഹായുദ്ധമോ 2-ാം ലോക മഹായുദ്ധമോ വാട്ടർലൂ, ഇതൊന്നുമല്ല. ഏറ്റവും വലിയ യുദ്ധം നടന്നത് ഗെത്സമൻ തോട്ടത്തിലും കാൽവരി ക്രൂശിലുമാണ്. കാരണം അവിടെ ആ കാൽവരി ക്രൂശിൽ ഈ താഴ്മയുടെ പടികൾ ഇറങ്ങി താൻ അവിടെ അവതരിപ്പിക്കുന്നത് ലവ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. ഏറ്റവും വലിയ സ്നേഹം, പേഷ്യൻസ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. ക്ഷമയുടെ ഏറ്റവും വലിയ പ്രദർശനം, കൈൻഡ്നസ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. ദയയുടെ, കരുണയുടെ ഏറ്റവും വലിയ പ്രദർശനം, ഗുഡ്നസ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. ദൈവത്തിൻ്റെ നന്മയുടെ ഏറ്റവും വലിയ പ്രദർശനം, ഫെയ്ത്ത്ഫുൾനെസ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. ഏറ്റവും വലിയ വിശ്വസ്തത, ജെന്റിൽനെസ് അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. ജെന്റിൽനെസ് അറിയാലോ, ആ ഒരു വലിയ സാവധാനതയും സൗമ്യതയും. ആൻഡ് സെൽഫ് കൺട്രോൾ അറ്റ് ഇറ്റ്സ് ബെസ്റ്റ്. ആത്മനിയന്ത്രണത്തിൻ്റെ ഏറ്റവും വലിയ അവതരണം. ഇതെല്ലാം നമ്മൾ കാൽവരി ക്രൂശിൽ നമ്മൾ കാണുകയാണ്. ഇങ്ങനെ ഒരു സർജനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഒരു ശസ്ത്രക്രിയാ വിദഗ്ധൻ. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ അദ്ദേഹം ഒരു വലിയ ഹൃദയരോഗ ശസ്ത്രക്രിയ നടത്തുന്ന ഒരാളാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ തന്നെ ഒരു ജനറ്റിക് കണ്ടീഷൻ കണ്ടെത്തി. വേറൊരു ഡോക്ടറെ അദ്ദേഹം ആശ്രയിക്കുന്നതിന് പകരമായിട്ട്
ഒരു എക്സ്പെരിമെൻ്റൽ സർജറി തൻ്റെ ശരീരത്തെ തന്നെ ചെയ്യുവാനായിട്ട് തന്നെ വിധേയനാക്കി. അങ്ങനെ എന്തിനാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ക്യൂർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ സ്വന്തം ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ ക്യൂർ കണ്ടുപിടിക്കാൻ വേണ്ടി, അതിൻ്റെ പ്രതിവിധി കണ്ടുപിടിക്കാൻ വേണ്ടി തൻ്റെ ശരീരത്തെ തന്നെ വിട്ടുകൊടുക്കുകയാണ്. അതോടെ സംഭവിച്ചത് ഇറ്റ് കോസ്റ്റ് ഹിം ഹിസ് ലൈഫ്. ആ ശസ്ത്രക്രിയയിൽ താൻ തന്നെ കൊടുത്തപ്പോൾ ആ ശസ്ത്രക്രിയയോടനുബന്ധിച്ച് താൻ മരിച്ചു. പക്ഷേ അതുകൊണ്ടുണ്ടായത് മറ്റ് ഡോക്ടേഴ്സിന് അത് പഠിച്ചിട്ട് ഒരു വലിയ റെമഡി കണ്ടുപിടിക്കാൻ, അതിൻ്റെ പ്രതിവിധി കണ്ടുപിടിക്കാൻ സാധിച്ചു. ഇതുപോലെയാണ് യേശു കർത്താവ്. ഹീസ് ദ ഗ്രേറ്റസ്റ്റ് ഫിസിഷ്യൻ. He didn't stay distant from patients. He became the patient. അവൻ തന്നെ രോഗിയെപ്പോലെയായി, അവൻ തന്നെ പാപിയെപ്പോലെയായി. അവൻ്റെ മേൽ നമ്മുടെ രോഗങ്ങളും നമ്മുടെ പാപങ്ങളും എല്ലാം അവൻ ഏറ്റെടുത്തു. അങ്ങനെ അവൻ ക്രൂശിൽ മരിച്ചു. അങ്ങനെ he bore the pain to bring the healing. ആ വേദന അവൻ സഹിച്ചുകൊണ്ട് നമുക്കുള്ള സൗഖ്യത്തെ അവൻ കൊണ്ടുവന്നു. അപ്പോൾ ഈ 7 പടി താഴ്ന്നു എന്ന് പറയുമ്പോൾ ചുമ്മാ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് പോലെ, ഗോവണിപ്പടി ഇറങ്ങി വരുന്ന പോലത്തെ പടികളല്ല കർത്താവ് ഇറങ്ങിയത്. എവറിത്തിങ് കോസ്റ്റ് മച്ച്. 7ാമത്തെ പടി എന്ന് പറഞ്ഞ് ഹി വെന്റ് ടു ദ അനദർ വേൾഡ്. അവൻ അധമ പാതാളത്തിലേക്ക് ഇറങ്ങി. ആർക്കും പോകാൻ ഇഷ്ടമില്ലാത്ത സ്ഥലമാണ് പാതാളം. ബട്ട് ഹി വെന്റ് ദെയർ ഫോർ us. അവൻ അതിനകത്തേക്ക് വരെ ഇറങ്ങി. അതിനകത്തേക്ക് ഇറങ്ങിയ ശേഷം അവൻ സുവിശേഷം പറഞ്ഞ കാര്യവും അവിടെ നിന്ന് ആളുകളെ റെഡീം ചെയ്ത കാര്യം, അവൻ അവിടെ നിന്ന് പ്രൊമോട്ട് ചെയ്ത കാര്യമൊക്കെ നമുക്കറിയാം. എന്നാൽ ഇതിനാൽ എന്ത് സംഭവിച്ചു? ഈ താഴേക്ക് 7 പടികൾ ഇറങ്ങിയത് കൊണ്ട് അവനെ ദൈവം സ്നേഹിച്ച് ഉയർത്തി 7 പടികൾ മുകളിലേക്ക് ഉയർത്തി. അതാണ് അടുത്തതായിട്ട് പറയുന്നത്. നമ്പർ 1, God exalted him to the highest place. ദൈവമോ അവനെ ഏറ്റവും ഉയർത്തി. To the right side of the Father's glory. പിതാവാൻ ദൈവത്തിൻ്റെ വലത് ഭാഗത്തേക്ക് അവനെ ഉയർത്തി. Then he was given a throne above all principalities and powers and dominions and thrones. He was given a throne above all principalities. എല്ലാ വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും കർത്തൃത്വങ്ങളുടെ എല്ലാം മുകളിൽ അവനെ കൊണ്ടുപോയി ഇരുത്തി. And all his enemies will become his footstool. അങ്ങനെ തൻ്റെ ശത്രുക്കളെല്ലാം തൻ്റെ പാദപീഠമാകുവോളം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രത്തോളം ദൈവം ഉയർത്തി. നമ്പർ 3, he was given the name that is above every name. എത്രയോ വലിയ വലിയ പേരുകളുണ്ട്. എന്ന് ഓർക്കുന്ന പേരുകൾ എത്രയുണ്ട്. ആദ്യ മനുഷ്യൻ്റെ പേരെല്ലാവർക്കും അറിയാം. മൈക്കൽ ജാക്സന്റെ പേരെല്ലാവർക്കും അറിയാം. ഹിറ്റ്ലറുടെ പേരെല്ലാവർക്കും അറിയാം. പക്ഷേ ചിലത് നോട്ടോറിയസ് ആണ്, ചിലത് ഫേമസ് ആണ്. എല്ലാവരും അറിയപ്പെടുന്ന പല പേരുകളും. പക്ഷേ യേശുവിൻ്റെ പേര്, നാമം എന്ന് പറയുന്നത് എല്ലാവരെക്കാളും ഉയർന്ന നാമമാണ്. ദ നെയിം ഓഫ് ജീസസ് ഈസ് ദ മോസ്റ്റ് യൂസ്ഡ് നെയിം ഇൻ ഓൾ നേഷൻസ് ആൻഡ് ജനറേഷൻസ്. നിങ്ങളുടെ പേര് എത്ര പേര് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും? നിങ്ങളുടെ പേര് എത്ര പേര് വാഗൊണ്ട് പറയുന്നുണ്ടായിരിക്കും? എൻ്റെ പേര് എത്ര പേര് വാഗൊണ്ട് പറയുന്നുണ്ടായിരിക്കും? ചിന്തിച്ച് നോക്കുക. പലരുടെയും ഫേമസ് ആയിട്ടുള്ള പലരുടെയും വല്ല ഹോളിവുഡ് സ്റ്റാർസിൻ്റെയും ബോളിവുഡ് സ്റ്റാർസിൻ്റെയും അതുപോലെ ക്രിക്കറ്റ് സ്റ്റാർസിൻ്റെയും ഒക്കെ പേരുകൾ, പോപ്പ് മ്യൂസിക് പാടുന്നവരുടെ അങ്ങനെയുള്ളവരുടെയൊക്കെ പേരുകളൊക്കെ കുറേ അറിയാമായിരിക്കാം. എന്നാൽ ദ നെയിം ഓഫ് ജീസസ് ഇസ് ദ മോസ്റ്റ് യൂസ്ഡ് നെയിം ഇൻ ഓൾ നേഷൻസ് ആൻഡ് ജനറേഷൻസ്. തലമുറയായി സകല രാജ്യങ്ങളിലും ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന നാമം യേശുവിൻ്റെ നാമം. ഒരു ക്രിസ്ത്യൻ പാട്ടെടുത്താൽ എത്ര പ്രാവശ്യത്തിൽ യേശു വരും? വചനം വായി എത്ര പ്രാവശ്യം യേശുവിൻ്റെ പേര് വരും? ഒരാൾ പ്രസംഗിക്കുന്ന സമയത്ത് എത്ര പ്രാവശ്യം? ഓരോ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇൻ ദ നെയിം ഓഫ് ജീസസ് ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പറഞ്ഞ ആമേൻ. സോ നമ്മളെല്ലാവരും ഡെയിലി ലോകം മുഴുവനും എടുത്താൽ തലമുറയായി എല്ലാവരും ലോകചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള നാമം, ഇനി ഉപയോഗിക്കാൻ പോകുന്ന നാമവും യേശുവിൻ്റെ നാമമാണ്. ഈ നാമത്തിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ദ നെയിം ഓഫ് ജീസസ് ദാറ്റ് ഫോർഗിവ്സ് അവർ സിൻസ്. നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്ന നാമമാണ് യേശുവിൻ്റെ നാമം.
ഇറ്റ് ഈസ് എ നെയിം ദാറ്റ് സേവ്സ് us. അപ്പോസ്തല പ്രവൃത്തികൾ 4:12 അനുസരിച്ച് ഈ നാമമാണ് നമ്മെ രക്ഷിക്കുന്ന നാമം. ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമം ഇല്ല. ഇറ്റ് ഈസ് ദ നെയിം ഇൻ വിച്ച് വി ഓൾ പ്രേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നത് അവൻ്റെ നാമത്തിലാണ്. ഇറ്റ് ഈസ് ദ നെയിം ദാറ്റ് ഹീൽസ്. യേശുവിൻ്റെ നാമത്തിലാണ് സൗഖ്യമുള്ളത്. ഇറ്റ് ഈസ് ദ നെയിം ദാറ്റ് കാസ്റ്റ് ഔട്ട് ഡീമൺസ്. ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഈ നാമമാണ്. സോ ഇങ്ങനെ നോക്കിയാൽ ഈ നാമത്തിലാണ് ഈ എല്ലാ പരിപാടിയും നടക്കുന്നത്. നമ്പർ 4, അവൻ്റെ ഉയർച്ചയുടെ പടികളിൽ നമ്പർ 4, അറ്റ് ദ നെയിം ഓഫ് ജീസസ് എവറി നീ ഓൺ എർത്ത് ഷുഡ് ബൗ. അവൻ്റെ ഉയർച്ചയുടെ അടുത്തൊരു പടിയാണ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാവരും മുട്ടുകുത്തും. വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേലും എല്ലാവരും മുട്ടുകുത്തും. ഇന്ന് വിശ്വസിക്കുന്നവർ ഇന്നേ അവൻ്റെ മുമ്പിൽ മുഴങ്കാൽ മടക്കുന്നു. എന്നാൽ ഇന്ന് വിശ്വസിക്കാത്തവർ ഒരു ന്യായവിധി വരുന്നുണ്ട്. അതിനുശേഷം ചിലപ്പോൾ നിത്യത മുഴുവൻ മുട്ടുകുത്തേണ്ടി വരും. നമ്പർ 5, അറ്റ് ദ നെയിം ഓഫ് ജീസസ് എവറി നീ ഇൻ ഹെവൻ ഷുഡ് ബൗ. ഭൂമിയിലെ കാര്യം പറഞ്ഞു. അഞ്ചാമത്തേത്, അറ്റ് ദ നെയിം ഓഫ് ജീസസ് എവറി നീ ഇൻ ഹെവൻ ഷുഡ് ബൗ. സ്വർലോകരുടെ എല്ലാ മുഴങ്കാലും യേശുവിൻ്റെ നാമത്തിൽ മടങ്ങും. നമ്പർ 6, അറ്റ് ദ നെയിം ഓഫ് ജീസസ് എവറി നീ അണ്ടർ ദി എർത്ത് ഷുഡ് ബൗ. ഞാൻ പറഞ്ഞ പോലെ ഇനി അധോലോകരുടെയും, വാവ്, ഭൂമിയിൽ മാത്രമല്ല സ്വർഗത്തിൽ മാത്രമല്ല അധോലോകത്തിലുള്ളവരുടെയും മുഴങ്കാൽ യേശുവിൻ്റെ മുമ്പിൽ മടങ്ങും. നമ്പർ 7, എവറി ടങ് ഷുഡ് കൺഫെസ് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ്. എല്ലാ നാവും യേശു കർത്താവെന്ന് ഏറ്റുപറയേണ്ടി വരും. എല്ലാ നാവും പറയേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ God has given him supreme worship, lordship and worship. Every nation, every generation, every language, every tongue, every person, every man, every woman, every child, every flesh, without indiscriminative of race, color, shape, king, leader, president, prime minister, emperor, demon, Lucifer, all have to worship him. എല്ലാവരും അവനെ ആരാധിക്കേണ്ടി വരും. Not only that, one will face him as his savior or as his judge. ഈ യേശുവിനെ ഒന്നുകിൽ ന്യായാധിപനായി അല്ലെങ്കിൽ രക്ഷകനായി കണ്ടുമുട്ടേണ്ടി വരും. ഇന്ന് രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും അവൻ രക്ഷകനാണ്. ന്യായവിധി ഉണ്ടെങ്കിൽ ശിക്ഷാവിധി ഉണ്ടാകുകയില്ല. എന്നാൽ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു സുപ്രീം ജഡ്ജായിട്ടായിരിക്കും കാണുന്നത്. അവരെ ശിക്ഷയ്ക്ക് വിധിക്കുന്ന ഒരു വ്യക്തിയായി. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് 7 മുതൽ 9 വരെയുള്ള ഭാഗത്ത്, ഫിലിപ്പ് ലേഖനം 2 നമ്മൾ കാണുന്നത് ഒരു വലിയ ഗോവണിയാണ്. ആ ഗോവണിയിലൂടെ യേശു താഴേക്കിറങ്ങി മുകളിലേക്ക് പോയി. അങ്ങനെ ഇറങ്ങിയ ആ ഓരോ പടികൾ, ഇൻ ദ വെരി നേച്ചർ ഓഫ് ഗോഡ് ഹി ഡിസെൻഡഡ് എവ്രി റങ്. ഓരോ പടികളായി ഇറങ്ങി. സെർവൻറ്റ്, മാൻ, ഒബീഡിയൻറ്റ്, ആൻഡ് ഹി വാസ് ക്രൂസിഫൈഡ്. അങ്ങനെ അറ്റ് ദ ബോട്ടം ഓഫ് ദ ക്രോസ്, ക്രൂശിൽ വരെ അവനെത്തി. അവൻ മരിച്ചു അടക്കപ്പെട്ട് ക്രൂശിൽ മരണത്തോളെത്തിയ ശേഷം, അതിനുശേഷം വന്ന റെസറക്ഷൻ, അസെൻഷൻ, ഗ്ലോറിഫിക്കേഷൻ, ഇതുപോലെ പോയി യേശു കർത്താവ് ചെയ്തത്, he never climbed up, he had to climb down and God lifted him higher. ഈ ലൂസിഫർ ചെയ്യാൻ ശ്രമിച്ചത് അവൻ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി, അല്ലേ, ഞാൻ സിംഹാസനം വെക്കുമെന്ന് പറഞ്ഞു. യേശു കർത്താവ് ചെയ്തത് താഴേക്കാണ് വന്നത്. താഴേക്ക് ഇറങ്ങി ഏറ്റവും വന്നപ്പോൾ മുകളിലേക്ക് തന്നെ കയറി പോവുകയല്ല ചെയ്തത്. താഴേക്ക് ഇറങ്ങി വന്നു, പക്ഷെ മുകളിലേക്ക് ദൈവമോ അവനെ ഉയർത്തി. ഇവിടെ വലിയൊരു പാഠം നമുക്കുണ്ട്. നമ്മൾ തന്നെത്താൻ താഴ്ത്താൻ തീരുമാനിച്ചാൽ ദൈവം നമ്മളെ ഉയർത്തും. ടൈപ്പ് ചെയ്തിടാമോ? കമൻറ്റ് സെക്ഷനിലേക്ക് ഇടാമോ? നാം തന്നെത്താൻ താഴ്ത്തിയാൽ നമ്മൾ മുകളിലേക്ക് കയറേണ്ട, ദൈവം നമ്മളെ മുകളിലേക്ക് കയറ്റും. സോ ദിസ് ഈസ് കോൾഡ് എ ഡിവൈൻ പാറ്റേൺ. എന്താണ് ഡിവൈൻ പാറ്റേൺ? ഹ്യൂമിലിറ്റി ബിഫോർ ഓണർ.
മഹത്വത്തിന് മുമ്പ് വിനയം, താഴ്മ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇഫ് വി ഫോളോ ദ സ്റ്റെപ്സ് ഓഫ് ജീസസ് ഡൗൺ ഇൻ ഹിസ് സർവീസ്, ഗോഡ് ലിഫ്റ്റ് us അപ്പ് ഇൻ ഹിസ് ടൈം. തൻ്റെ തക്ക സമയത്ത് നമ്മൾ ഉയർത്തണമെങ്കിൽ നാം താഴേക്ക് വരേണ്ടത് ആവശ്യമാണ്. എപ്പോഴും ഓർക്കുക, ദ വേ അപ്പ് ഈസ് ഡൗൺ. മുകളിലേക്കുള്ള വഴി താഴേക്കാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ദൈവരാജ്യത്തിൽ മുകളിലേക്കുള്ള വഴി താഴേക്കാണ്. ടൈപ്പ് ചെയ്തിടുക, കമൻറ്റ് സെക്ഷനിൽ ഇടുക. ദ വേ അപ്പ് ഈസ് ഡൗൺ ആൻഡ് ഗോഡ് ഡസ് ദ ലിഫ്റ്റിംഗ്. മുകളിലേക്ക് പോകണമെങ്കിൽ താഴേക്ക് ഇറങ്ങുക, ദൈവം അങ്ങ് ഉയർത്തിക്കോളും. എല്ലാവരുടെയും മുഴങ്കാലും മടങ്ങും എന്ന് പറയുമ്പോൾ ഒരു സംഭവം ഓർമ്മ വരുന്നത്, ആഫ്രിക്കയിൽ മിഷണറിയായി പോയ ഒരാൾ, ഒരു വിച്ച് ഡോക്ടർ വന്ന്, ഒരു ദുർമന്ത്രവാദം ചെയ്യുന്ന ഒരാൾ വന്ന് ഈ സുവിശേഷത്തെ എതിർക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ഗ്രാമത്തിൽ കുറേ ആളുകൾ കൂടി അവിടെ മിഷണറി ഇങ്ങനെ സുവിശേഷമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഈ വിച്ച് ഡോക്ടർ വന്ന് ഓപ്പോസ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, മിഷണറി പറഞ്ഞു, ലെറ്റ് എവറി സ്പിരിറ്റ് ഹിയർ ബൗ ടു ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ ഇവിടെയുള്ള എല്ലാ ആത്മാക്കളും മുഴങ്കാൽ മടക്കട്ടെ എന്ന് പറഞ്ഞു. ഇത് പറയുമല്ല, ആ മനുഷ്യൻ, the man screamed and collapsed. ആ മനുഷ്യനെ അടിച്ച് തല്ലി വീണ് കുറെ കഴിയുമ്പോൾ എഴുന്നേറ്റ് താൻ രക്ഷിക്കപ്പെട്ടു. അപ്പോൾ ഈ വിച്ച് ഡോക്ടറാണ് ഈ താഴെ വീണ് അയാൾ എഴുന്നേറ്റത്. ചുമ്മാ പറഞ്ഞോളൂ, യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ആത്മാക്കളും ഇപ്പോൾ കീഴടങ്ങട്ടെ എന്ന് പറയുമല്ല. വിച്ച് ഡോക്ടർ മാറിഞ്ഞ് വീണ് ഉരുണ്ട് പടച്ച് പിന്നെ എഴുന്നേറ്റ് വന്നപ്പോൾ അയാൾ യേശുവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചു. എന്ത് പറ്റി, എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാം, the name, when you said that name Jesus, I couldn't stand. യേശു എന്ന പേര് പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റിയില്ല, താഴെ പോയി. അങ്ങനെയുള്ളൂ, എത്രയേ ഉള്ളൂ പിശാചിൻ്റെ ശക്തി. ആ നാമത്തിൽ എല്ലാ മുഴങ്കാലും മടങ്ങും. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നെഞ്ചിൽ കൈവെക്കുക, ഒരു കൈയൊന്ന് ഉയർത്തിപ്പിടിക്കുക, പറയുക, യേശുവേ, ഞാൻ അങ്ങേക്കായി എന്നെ സമർപ്പിക്കുന്നു. അങ്ങയുടെ കർത്താവാണ്. ഞാൻ അങ്ങയുടെ നാമത്തെ ആരാധിക്കുന്നു. അങ്ങയുടെ മുമ്പിൽ ഞാൻ മുഴങ്കാൽ മടക്കുന്നു, എന്നെ തന്നെ താഴ്ത്തുന്നു. താങ്ക് യു ജീസസ്. അങ്ങയുടെ കർത്താവാണ്, അങ്ങയുടെ രക്ഷകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. രണ്ട് കരങ്ങൾ നീട്ടാമോ? ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ കൈനീട്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ മേൽ രോഗസൗഖ്യം നടക്കട്ടെ. ബ്രസ്റ്റ് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ യൂട്രസിനകത്തുള്ള ഫൈബ്രോയിഡുകളോ സിസ്റ്റുകളോ മറ്റുള്ള അവസ്ഥകളോ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. PCOD ഉള്ള ചിലർ കർത്താവ് സൗഖ്യമാക്കുന്നു. കിഡ്നികൾ സൗഖ്യമാകട്ടെ. ഏത് രോഗമാണെങ്കിലും അവിടെ കൈവെക്കുക. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ഒരു വലിയ വിടുതൽ ഇപ്പോൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇന്നത്തേത് കണ്ടതിന് നന്ദി. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു ഓൾ.